വീട്ടിൽ ചെന്ന് ഈ വേഷം മാറി അല്പം ദ്രവ്യം എടുത്തോണ്ട് വരാം. നീ ഇവിടെ വിളിച്ചു തന്നാ മതി. വേഗം വരണേ. രക്ഷപ്പെട്ടു. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്? അമ്മ കണ്ടോ? ഹേയ്, അമ്മാവനാ? മൂപ്പിലാൻ കാല് മാറുന്നു. കാല് മറന്നോ? ഓ, കണ്ണടയുടെ കാലൊടിഞ്ഞ് അത് മാറുന്നു. പക്ഷെ എന്നെങ്കിലും അമ്മയുടെ അമ്മാവന്റെ മുമ്പിൽ ഞാൻ പെടും. അതോടെ എന്റെ ആപ്പീസും പൂട്ടും. നിനക്ക് അവിടെ എവിടെയെങ്കിലും നിന്നാ പോരായിരുന്നോ? ഇനി നിന്നെ കൊണ്ട് ഞാൻ അങ്ങനെ പുറത്തിറങ്ങും. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. അടുത്ത പരിപാടി എന്താ അതൊന്നറിഞ്ഞാ കൊള്ളാം. ഇന്നലത്തെ പോലെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുക്കാനാണ് ഞാനില്ല. കാണുന്നിടത്തൊക്കെ കയറി മുട്ടും. തട്ട് കിട്ടുന്ന എനിക്ക്. ഒന്ന് നിർത്തടാ. അമ്മ ഇപ്പൊ 100 കൂട്ടം ജോലിയായിട്ട് വരും. അതിനുമ്പോ വിളിച്ചാരണം. അങ്ങനെ ഇങ്ങോട്ട് എടുക്കാൻ കൂട്ടിയല്ലോ. ഇങ്ങോട്ട് മാറിയില്ല. ഞാനും ഒന്ന് വിനുങ്ങട്ടെ. കൂട്ടത്തിൽ നടക്കുന്നോണ്ട് ഗുണമോ ഇല്ല. എന്നാത്തല്ലേ മണമെങ്കിലും ഇരുന്നോട്ടെ. അച്ഛനെ സത്യം പറയണം, ഇപ്പൊ എന്റെ മണത്തെ കുറിച്ച് എന്ത് തോന്നുന്നു? കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നുന്നു. എനിക്കെങ്ങും വേണ്ട. അതിനുവേണ്ടി എത്രയോ പേര് കൊതിച്ചു കിടക്കുന്നു. അവർക്കോട് ദൈവമേ. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കേറിയതല്ലേ ഉള്ളൂ. ഇനി എങ്ങോട്ടാ? ഞാൻ ഒന്ന് വെളിയിൽ പോയിട്ട് വേഗം വന്നേക്കാം അമ്മേ. വെളിയിൽ നിന്നല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഇനി പോയാ പാതിരാത്രി കഴിയാതെ നീ തിരിച്ചു വരുവോ? എന്തെല്ലാം ജോലി കിടക്കുന്നു. എസ്റ്റേറ്റിൽ പോണം, ബാങ്കിൽ പോണം, പിന്നെ ആ കളക്ടറെ ഒന്ന് കാണണം. അങ്ങനെ അതിനല്ലേ അമ്മയുള്ളത്. സഹായത്തിന് അമ്മാവനും ഇല്ലേ? അതേതായാലും നന്നായി മോഹൻ. നിന്റെ അച്ഛൻ നിനക്ക് സമ്പാദിച്ചു തന്നിരിക്കുന്ന സ്വത്ത് നോക്കി നടത്തുന്നത് നീയല്ലേ, ഞങ്ങളാണോ? അമ്മാവന് പിന്നെ എന്തോ ജോലി? കല്യാണം പോലും കഴിച്ചിട്ടില്ല. അതിന് പകരം നിന്റെ സ്വത്ത് നോക്കി നടന്നാ മതിയോ? ഏതായാലും ഞങ്ങളെ സഹായിക്കാനല്ലേ അമ്മാവൻ ഇവിടെ താമസിക്കുന്നത്. ചുമ്മാ സഹായിച്ചേട്ടോ അമ്മാവാ. എങ്ങനെ ഇരിക്കുന്നു? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവൻ വിചാരിക്കുന്നേ നടക്കും. അവന്റെ അച്ഛന്റെ അതേ സ്വഭാവം. നേരാ. വളരെയേറെ സ്വത്തും അതിലേറെ സ്വഭാവദോഷം ഉണ്ടായിരുന്ന ആളായിരുന്നില്ലേ അവന്റെ അച്ഛൻ? കുട്ടിക്കാലം മുതലേ അതൊക്കെ കണ്ടല്ലേ അവനും വളർന്നത്. ഇവനെ ഇനി എങ്ങനെയാ ചേട്ടാ നേരെ കൊണ്ടുവരിക? പിഴച്ചവനെ പെണ്ണിനെ കൊണ്ട് കെട്ടിക്കണമെന്നൊരു ചൊല്ലുണ്ട്. പക്ഷെ ഇവനെ കിട്ടാൻ പെണ്ണിനെ കിട്ടുമോ? അറിയാവുന്നവരാരെങ്കിലും പെണ്ണ് തരുമോ? മോഹൻ പോയില്ലേ ഇതുവരെ? ഇവനിങ്ങനെ ഹോൺ അടിക്കുന്നത്? ഞാൻ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയാണേ. നീ എന്തിനാ അതിനകത്ത് കയറിയിരുന്നേ? ഇറങ്ങാൻ വേണ്ടി കയറിയതാണേ. ഡേഞ്ചറസ് ഹൗസ്. അച്ഛനെ, ചായക്കടക്കാരൻ മത്തായിയുടെ മോള് മേരിക്കുട്ടി വരുന്നു. ശരി വാല. അത് നമുക്ക് ചുരുട്ടിക്കാം. നീ നോക്കിയോ മേരിക്കുട്ടി? ഈ ഉത്തമം പറയുന്നത് ചെമ്പ് കുടമാണെന്ന്, ഞാൻ പറഞ്ഞു മൺകുടമാണെന്ന്. നീ നോക്കിയോ? എങ്ങനെയിരിക്കുന്നു? ഓ, മൺകുടം തന്നെ, മൺകുടം തന്നെ. എന്നാലും കുടം പൊട്ടിക്കണ്ടായിരുന്നു ആശാൻ. പോട്ടെ മേരിക്കുട്ടി, ക്ഷമിച്ചുകളാ. ആശാൻ കണ്ണടച്ച് തിരിഞ്ഞു നിന്നോ. മേരിക്കുട്ടി, അതെല്ലാം ഉരിഞ്ഞിട്ടാ ഞാൻ പിഴിഞ്ഞു തരാം. വീട്ടിൽ ഇരിക്കുന്നവരെ പറഞ്ഞോടല്ലോ. പോട്ടെ ആശാനെ. പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടത്. നീ പോവണേ. നാറികള്. അതിലോ പ്രയാസം. പൊക്ക. തുടർന്ന് കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനം നൽകുന്നതും അതിനുശേഷം കുമാരി രാധിക BSc നയിക്കുന്ന നൃത്ത സംഘത്തിന്റെ നൃത്ത പരിപാടികൾ ഉണ്ടായിരിക്കുന്നതുമാണ്. കുമാരി രാധിക BSc. ഇവളാര്? വരവായിരിക്കും. ആരായാലും നമ്മളത് പൊളിക്കും. അച്ഛനെ, ഇത് ലയൺസ് ക്ലബിന്റെ പരിപാടിയാ. ലയണല്ല, പൂച്ച ക്ലബിന്റെ പരിപാടിയായാലും നമ്മളത് പൊളിക്കും. BScക്കാരി അങ്ങനെ ഡാൻസ് കളിക്കണ്ട. ശരി, പൊതുപരിപാടിയല്ലേ, പൊളിച്ചു കളയാ. അതാണല്ലോ നമ്മുടെ ഒരു ചിട്ട. സാധനം എന്തോന്ന്? നീർക്കോലിയോ തവളയോ? മുളംകുറ്റിയിൽ നീർക്കോലി ആയിക്കോട്ടെ. ഉത്തരവ്. ലീലേ, ഇതെടുത്തോണ്ട് പോ. ഞാൻ ഇനി കുടിക്കില്ലെന്ന് പറഞ്ഞില്ലേ, എടുത്തോണ്ട് പോവാൻ. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു മോഹൻ സാറേ. സാർ എന്നെ ഉപേക്ഷിച്ച പിന്നെ എനിക്ക് ആരുമില്ല. നോണ പറയല്ലേ വിലാസിനി. നിനക്ക് പലരും ഇല്ലേ? എന്റെ സ്ഥിതി അതാണോ? ആശാനായിട്ടും ശിഷ്യനായിട്ടും കൂട്ടുകാരനായിട്ടും ഉണ്ടായിരുന്ന ആകെ ഒരു തിരിയല്ലേ.
ഈ കടുങ്കൈ കാണിച്ചാ പിന്നെ ഞാൻ വഴിയാധാരമല്ലേ? ഞാൻ എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഒന്നും ചെയ്തില്ലേ, പിന്നെ കല്യാണം ചെയ്യാൻ പോണെന്ന് പറഞ്ഞതോ? എനിക്ക് പിന്നെ കല്യാണം കഴിക്കണ്ടേ? എങ്കിൽ പിന്നെ എന്നെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്ന എന്തിനാ? ദൈവം തൊഴി വെച്ചാന്നോണ്ടല്ലോ. ഞാനാണ് ഇവളോട് താമസിപ്പിച്ചിരിക്കുന്നത്. താമസിപ്പിച്ചിരിക്കുന്ന ഞാനാ. എന്നാലും സാറിന് ഇവളോടൊരു പ്രത്യേക മമത ഉണ്ടായിരുന്നല്ലോ. മമത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവൾക്ക് കൈ നിറയെ കാശും കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? അത് നേരാ. മേലാൽ അവിടുന്ന് വന്നിട്ടുണ്ട്, ഇവിടുന്ന് വന്നിട്ടുണ്ട്, പുതിയത് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആളെ വിടരുത്. ഇനിയെങ്കിലും ഞാനൊന്ന് നേർവഴിക്ക് ജീവിച്ചോട്ടെ. ഇതെന്റെ അവസാനത്തെ വരവാ. ഇതാ ഇതിരിക്കട്ടെ. എല്ലാ ഇടപാടുകളും തീർത്തിരിക്കുന്നു. വരട്ടെ? ഇല്ല, ഞാൻ യാത്ര പറയില്ല. അത് നിന്റെ ഇഷ്ടം. ഞങ്ങൾക്കൊന്നുമില്ലേ? എല്ലാവർക്കും കൂടെ ചേർത്താ കൊടുത്തിരിക്കുന്നത്. അയ്യോ, അപ്പൊ എന്റെ കാര്യം ആശാനെ. നീ പോയി എന്തെങ്കിലും ജോലി ജീവിക്കടാ. എന്നാ ഒരു തമ്പുരു മേടിക്കാനുള്ള കാശെങ്കിലും താ. ഹരിശങ്കര ശിവശങ്കരമാണ് ജീവിച്ചോളാം. ദൈവം നമ്മളെ ചതിക്കും ഉത്തമ. നോട്ട് ഷുവർ. ഭഗവാനെ, ഈ കല്യാണം ഒന്ന് കലക്കി തരണേ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ അനന്തരവനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഭാനു. ഇവനെ നേർവഴിക്ക് കൊണ്ടുവരാൻ ആ പെൺകുട്ടിക്ക് കഴിയും. നേരാണോ ചേട്ടാ? അതേടി, നല്ല കുട്ടി, വീടും വീട്ടുകാരും ഒക്കെ കൊള്ളാം. പിന്നെ സാമ്പത്തികമായി അവർ സ്വല്പം പിന്നാക്കമാണ്. സ്വത്തിന്റെ കാര്യം പോട്ടെ ചേട്ടാ, വേണ്ടതിലേറെ ഇല്ലേ ഇവിടെ? നമ്മുടെ മോന്റെ കാര്യത്തിൽ അവർ അഭിപ്രായ വ്യത്യാസം വല്ലതും പറഞ്ഞു എന്നാണ് എനിക്ക് അറിയേണ്ടത്. അത് പറയാൻ ഇവനെ പറ്റി ഇതുവരെ അവർക്കൊന്നും അറിഞ്ഞൂടല്ലോ. പെണ്ണിന്റെ അച്ഛൻ ഇവനെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്ന് വരും അമ്മ? 5-ാം തീയതി വരാമെന്നാ പറഞ്ഞത്. ഓ, അവന്റെ ഒരു തിടുക്കം കണ്ടില്ലേ? എന്റെ ഗുരുവായൂരപ്പ, ഈ കല്യാണമെങ്കിലും നടത്തി തരണേ. ഇത് നടക്കും ഭാനു. അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്താനോ ഇവൻ ഇങ്ങനെ ഒരു നിർബന്ധം തോന്നാനോ വല്ല കാര്യമുണ്ടോ? ഇത് ദൈവനിശ്ചയ. മോഹൻ ഇനി ടൗണിൽ പോകുമ്പോ ആ വീടും സ്ഥലമൊക്കെ വേണമെങ്കിൽ ഒന്ന് കണ്ടോ. ശരിയമ്മ. ആ പെൺകൊച്ചും കൂടെ വന്നോട്ടെ ഭാനു. നിന്റെ മോൻ തങ്ക കമ്പി പോലെ ആവും. എന്റെ ദൈവമേ. ഞാനൊരു കാര്യം ചോദിച്ചാ നേര് പറയോ? ചോദിക്കൂ. അന്ന് ഗ്രീൻ റൂമിൽ വെച്ച് ആദ്യമായി എന്നെ കണ്ടപ്പം എന്തോ തോന്നി? വെറുപ്പ് തോന്നിയോ? വെറുപ്പോ? പിന്നെന്താ, ഇഷ്ടം തോന്നിയോ? എന്തിനാ അറിയുന്നേ? എങ്കിൽ എനിക്ക് എന്തോ തോന്നിയെന്ന് പറയട്ടെ. എനിക്കൊരു പുതിയ ജീവിതവുമായി ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു തോന്നി. കളിയാക്കണ്ട. സത്യം. ഇന്നലെ വരെ ഞാനൊരു എരപ്പാളിയായിരുന്നു. ചെയ്യാത്ത കൊലജായ്മകളൊന്നുമില്ല. പക്ഷെ രാധയെ കണ്ടു കഴിഞ്ഞപ്പം ഒരു പുതിയ തേജസ് എന്നിലേക്ക് കടന്നു വന്ന പോലെ തോന്നി. ഇങ്ങനെ മോശം പറയാനാണെങ്കിൽ ഞാൻ പോവാ. മോഹസ്തുതിയല്ല രാധയെ, സത്യം പറഞ്ഞാണ്. ഇതുവരെ ഞാൻ ആരുടെയും നിയന്ത്രണത്തിലല്ലായിരുന്നു. ഇനി മുതൽ എന്നെ നിയന്ത്രിച്ച് നേർവഴിക്ക് കൊണ്ടുപോകേണ്ടത് രാധികയാണ്. എന്റെ നിയന്ത്രണത്തിൽ നിന്നില്ലെങ്കിലോ? അതൊരിക്കലും ഉണ്ടാവില്ല. എത്ര കൊള്ളരുതാത്തവനും ആരെങ്കിലും ഒരാളെ അനുസരിച്ചെന്നിരിക്കും. എന്നെ അനുസരിപ്പിക്കാൻ ജനിച്ചത് രാധികയാണ്. അമ്മ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു, കുറച്ചൊക്കെ അമ്മാവനും. അതെല്ലാം കേട്ടപ്പം ഈ കല്യാണം വേണ്ടായിരുന്നു എന്ന് തോന്നിയിരിക്കും. അങ്ങനെ തോന്നിയില്ല. ചൂടും ചുണയുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ, നന്നാക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ഭർത്താവ്, അതാണ് തോന്നിയത്. ഞാൻ രക്ഷപ്പെട്ടു. രാധയെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നൃത്തം ചെയ്യിച്ചതിന് ഈശ്വരന് സ്തുതി. ആ, ഇനിയൊരു തമാശ പറയട്ടെ. അന്ന് ഞങ്ങൾ വന്നത് നൃത്തം കാണാൻ വേണ്ടിയായിരുന്നില്ല, നൃത്തം പൊളിക്കാനായിരുന്നു. കയ്യിലൊരു നീർക്കോലി ഉണ്ടായിരുന്നു. നീർക്കോലിയോ? അതെ. പക്ഷെ നൃത്തം തുടങ്ങിക്കഴിഞ്ഞപ്പം നീർക്കോലിയെ പുറത്തെടുക്കാൻ തോന്നിയില്ല. എല്ലാം മറന്നുപോയി. ആളുകളുടെ ഭാഗ്യം. എന്റെയും.